നമസ്കാരം. ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായിട്ടായിരുന്നു വയനാട്ടിലെ തന്നെ റിസോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിന്മേലാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത്. ഹണി റോസിനെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂർ ആ വാക്ക് ഉപയോഗിച്ചത്. അന്ന് ഹണി അത് ചിരിച്ചു തമാശയായിട്ട് എടുത്തു കളഞ്ഞിരുന്നു. പിന്നാലെയാണ് ഹണി റോസ് കേസ് കൊടുത്തത്. ഇപ്പോഴത്തെ ബോബി ചെമ്മണ്ണൂരെ ന്യായീകരിച്ച് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹണി റോസിന്റെ വസ്ത്രധാരണം മോശമാണെന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നും ആൺനോട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച ശേഷം താൻ അത് അറിഞ്ഞില്ലെന്നും തനിക്ക് തിരിച്ചറിവില്ലെന്നും പറയുന്നതിൽ അർത്ഥമില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. 24 ന്യൂസിനോടായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ഒരു സ്ത്രീയോടും ഒരു രീതിയിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല. പക്ഷെ അഭിനേത്രി തന്നെയായ ഫറ ഷിബില പറഞ്ഞ അഭിപ്രായവും ഈ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. ആൺനോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആളുകളും ചൂഷണം ചെയ്യുന്നുണ്ട്, അതിന് മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അത്തരത്തിൽ നോട്ടങ്ങൾ വന്നുവെന്ന് പറഞ്ഞ് ഇരവാദം പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന സ്ത്രീയായ ഫറ ഷിബില തന്നെ നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി ചേർത്ത് വെച്ച് ഈ സംഭവം വായിക്കണം. കുന്തി എന്ന് വിളിക്കുന്നതൊന്നും ഒരു കാലത്തും യോജിക്കാൻ സാധിക്കില്ല. പക്ഷേ മോൺസ്റ്റർ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ ഡയലോഗ് സിനിമയിൽ പറഞ്ഞിട്ട് പ്രതിഫലം മേടിച്ചതിനു ശേഷം തന്റെ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്ന് ആരും കരുതരുത്. മോശമായി കമന്റ് ചെയ്യരുത്. എന്നാൽ മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും മനസ്സ് കാണിക്കണം. കണ്ണടച്ച് ഇരുട്ടാക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൽ ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ? ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവറല്ലേ എന്ന് ഫറ ഷിബില ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വന്തം വൾഗർ വീഡിയോ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറായതാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. പക്ഷേ വൾഗർ വസ്ത്രം ധരിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനായരണ എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. ലക്ഷ്യമില്ല, എല്ലാം മാറി മറിഞ്ഞു. വൾഗറായ വസ്ത്രം ധരിച്ച് അമല പോൾ കോളേജിൽ പോയപ്പോഴും ഓൾ വി ഇമാജിൻ ആ ലൈറ്റ് എന്ന സിനിമയിൽ ദിവ്യപ്രഭ അഭിനയിച്ച രംഗങ്ങളും ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരുടെ ഉള്ളിൽ പ്രതികരണം ഉണ്ടാക്കും എന്ന തിരിച്ചറിവും നടിമാർക്കും വേണം. ആൺനോട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച ശേഷം താൻ അത് അറിഞ്ഞിട്ടില്ലെന്നും തനിക്ക് തിരിച്ചറിവില്ലെന്നും പറയുന്നതിൽ അർത്ഥമുണ്ടോ? മോൺസ്റ്റർ എന്ന സിനിമയിൽ മോഹൻലാൽ ഹണി റോസിനോട് ദ്വയാർത്ഥ പ്രയോഗത്തോടെ ഇതേ ഡയലോഗ് കുറെ കൂടി മോശമായി പറയുന്നുണ്ട്. അതിനാൽ കണ്ണടച്ചിരുട്ടാക്കരുത്. തീർച്ചയായും ഹണി റോസിന് കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. പക്ഷേ ബോച്ചയുടെ വിഷയം ഒരു ക്ഷമയിൽ ഒതുക്കാമായിരുന്നു. പക്ഷേ ഒരു ജാമ്യമില്ലാ കേസിലേക്ക് പോയി, രാഹുൽ ഈശ്വർ പറഞ്ഞു. അതേസമയം ഈ നടപടി കുറെ കൂടി നേരത്തെ വേണമെന്നായിരുന്നു നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. ഇത് കുറെ കൂടി മുൻപേ വേണ്ടതായിരുന്നു. ഇയാൾ എത്രയോ വർഷങ്ങളായി മുൻപിലിരുന്ന് സംസാരിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹണി റോസിനെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ടാണ് ഇയാൾ ആ വാക്ക് ഉപയോഗിച്ചത്. അന്ന് ഹണി അത് ചിരിച്ച് തമാശയായിട്ട് എടുത്തു കളഞ്ഞെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വൈകിട്ട് 5:30 എത്തിയാണ് നടി പരാതി നൽകിയിരുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 75 വകുപ്പ് പ്രകാരം IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതി നൽകിയ വിവരം നടി സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിരുന്നു. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലവിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാവും. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണി റോസ് കുറിച്ചത്. നേരത്തെ 4 മാസം മുൻപ് നടന്ന ഉദ്ഘാടന ചടങ്ങിനിടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ വിവാദ പരാമർശങ്ങളെക്കുറിച്ച് വ്യവസായിയുടെ പേര് പരാമർശിക്കാതെ തന്നെ ഹണി റോസ് സമൂഹ മാധ്യമങ്ങൾ കുറിപ്പ് പങ്കുവച്ചിരുന്നു.